ഇന്റർ മിലാനെതിരെ നേടിയ തകർപ്പൻ 5-0 വിജയത്തിലൂടെ PSG അവരുടെ കന്നി യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഉറപ്പിച്ചതിന് പിന്നാലെ ക്ലബ് ഒടുവിൽ തങ്ങളുടെ ദീർഘകാല അഭിലാഷങ്ങൾ എല്ലാം പൂർത്തീകരിച്ചെന്ന് മാനേജർ ലൂയിസ് എൻട്രിക് പ്രഖ്യാപിച്ചു. PSG ക്യാമ്പിലെ എൻ്റെ ആദ്യ ദിവസം ഇന്നത്തേക്കാൾ മോശമായിരുന്നു അന്നെൻ്റെ ഫ്രഞ്ച്. പക്ഷേ ഒരു പരിശീലകൻ എന്ന നിലയിൽ എൻ്റെ പരമമായ ലക്ഷ്യം ട്രോഫി ക്യാബിനറ്റ് നയിക്കുക എന്നതായിരുന്നു എന്നും ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ചാമ്പ്യൻസ് ലീഗ് മാത്രമായിരുന്നു ഞങ്ങൾക്ക് നേടാൻ ആകാതിരുന്നത്. ഞങ്ങൾ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഞങ്ങൾ ലക്ഷ്യബോധമുള്ളവരായിരുന്നു. ഞങ്ങൾ അത് നേടിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അവസാനിപ്പിച്ചതും ഇങ്ങനെയായിരുന്നു. സൂപ്പർ താരങ്ങളുടെ വമ്പൻ നിരയുണ്ടായിരുന്നിട്ടും കണ്ണെത്താ ദൂരത്തായിരുന്നു ചാമ്പ്യൻസ് ലീഗ് കിരീടം ഇത്തവണ ലൂയിസിന്റെ പട പാരീസിൽ എത്തിച്ചിരിക്കുകയാണ്. കലാശപ്പോരിൽ ഇറ്റാലിയൻ ക്ലബിൻ ഇന്റർ മിലാനെതിരെ 5-0 തകർപ്പൻ വിജയം നേടുമ്പോൾ ലൂയിസ് ആദ്യം നോക്കിയത് ആകാശത്തേക്കാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് തന്നിൽ നിന്നും ക്യാൻസർ തട്ടിയെടുത്ത മകൾ സനയുടെ ഓർമ്മകളിലേക്ക്. 2019 ഓഗസ്റ്റ് 30 9 വയസ്സുകാരിയായിരുന്ന മകൾ സനയുടെ വിയോഗ വാർത്ത ലൂയിസ് ലോകത്തെ അറിയിക്കുന്നത്. സനയുടെ ശരീരത്തിലെ അസ്ഥികളെയാണ് ക്യാൻസർ ബാധിച്ചത്. 5 മാസത്തോളം രോഗത്തോട് പൊരുതിയാണ് സന ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. 2018 ലോകകപ്പിന് ശേഷം സ്പെയിനിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത ലൂയിസ് മകളുടെ ചികിത്സാ കാര്യത്തിന് കൂടുതൽ ശ്രദ്ധിക്കുന്നതിനായി 2019 ജൂൺ 19 രാജിവെക്കുകയായിരുന്നു. ഇത്തവണ PSG-യുടെ ചാമ്പ്യൻസ് ലീഗ് വിജയത്തിന് പിന്നാലെ സനയുടെ ഓർമ്മയ്ക്കായി PSG ആരാധകർ മ്യൂണിക്കിലെ സ്റ്റേഡിയത്തിൽ ഭീമൻ ടിഫോ ബാനർ ഉയർത്തിയിരിക്കുകയാണ്. 2015 സ്പാനിഷ് ക്ലബ് ബാഴ്സലോണയ്ക്കൊപ്പം യുവന്റസിനെ തോൽപ്പിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ ശേഷം ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലെ ടർഫി ബാഴ്സലോണ പതാക നാട്ടുന്ന ലൂയിസിന്റെയും 5 വയസ്സുകാരിയായ സനയുടെ ചിത്രവും ഏറെ പ്രസിദ്ധമായിരുന്നു. ആ ചിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് മകൾക്ക് PSG-യുടെ പതാക നാട്ടുന്ന ലിയോയുടെ ചിത്രമാണ് ആരാധകർ മ്യൂണിക്ക ടിഫോ ബാനറായി ഉയർത്തിയത്. സനയ്ക്ക് ആദരമർപ്പിച്ച് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കറുത്ത ടീഷർട്ട് ധരിച്ചാണ് ലൂയിസ് ഫൈനൽ മത്സരത്തിലെത്തിയത്. ട്രോഫി സ്വന്തമാക്കിയ ശേഷമുള്ള പരേഡിലെ ആണ് ഗാലറിയിലെ PSG ആരാധകർ വമ്പൻ ടിഫോ ഉയർത്തിയത്. ആരാധകരുടെ ഈ സ്നേഹത്തിന് ലൂയിസ് നന്ദി അറിയിക്കുകയും ചെയ്തു. മത്സരശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും വൈകാരികമായാണ് ലൂയിസ് പ്രതികരിച്ചത്. PSG ആരാധകരുടെ ആ പ്രവൃത്തി ഏറെ വൈകാരികമായിരുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും കുറിച്ച് അവർ ചിന്തിച്ചു എന്നതിൽ മനോഹരമായ ഒരു കാര്യമാണത്. എൻ്റെ മകളെ കുറിച്ച് ഓർക്കാൻ എനിക്കൊരു കളിയും ജയിക്കേണ്ട ആവശ്യമില്ല. ചാമ്പ്യൻസ് ലീഗും ജയിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ ദിവസവും അവളുടെ ഓർമ്മകളിലാണ്. അവൾ ഇന്നും ഞങ്ങളുടെ കുടുംബത്തോടൊപ്പമുണ്ട്. ഞങ്ങൾ തോൽക്കുമ്പോഴും അവളുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സന എപ്പോഴും ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഞങ്ങൾ എപ്പോഴും അവളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾ അവളെ സ്നേഹിക്കുന്നു. അവളെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ എന്നേക്കുമായി പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുകയാണ്, ലൂയിസ് പറഞ്ഞു.